പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനിയും അതുപോലെ തന്നെ നവിയും കൂടെ വേഗം അനന്തപുരിയിലേക്ക് വന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അജയനോടാണ് പറയുന്നത്, ഞങ്ങൾ നാളെ നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾ 3 പേരും പർച്ചേസിങ്ങിന് പോയതായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് നന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയും കേട്ടോ. ഞങ്ങൾ കാര്യം ചോദിച്ചിട്ടൊന്നും അവർ പറഞ്ഞില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്ന് പറയാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ചൂടാവുകയും എതിർത്ത് നോക്കിയൊക്കെ ചെയ്തു. പക്ഷേ അവരതൊന്നും ഇങ്ങനെ കൂട്ടാക്കിയില്ല. അവളെ കൊണ്ടുപോകുക ചെയ്തു. എങ്ങനെയെങ്കിലും നന്ദുവിനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയും കേട്ടോ. അവളാരോ മനഃപൂർവ്വം ചതിച്ചതാണ്. അവളിങ്ങനെ നാളെ ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നൈനയ്ക്കാണെങ്കിലും ആകെ സങ്കടമാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി അനാമികയ്ക്ക് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അവളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കും അവളെ പിടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ അജയൻ അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് ഇങ്ങനെയാണോ മോളെ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കൂട്ടോ. അപ്പം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് ദേവയാനിക്കാണെങ്കിലും നൈനയുടെ സങ്കടം കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അജയൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ജയേട്ടനെയും ആദർശിനെയൊക്കെ വിളിച്ച് കാര്യം പറയാം, അതുപോലെ തന്നെ അച്ഛനെ അറിയിക്കുക. അച്ഛൻ ഇപ്പോൾ സ്ഥലത്തില്ലാതെ പോയതാണ് ഇതിനൊക്കെ ഒരു പ്രശ്നമായത്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശി യാത്രയിലല്ലേ, അതുകൊണ്ട് മുത്തശ്ശിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അജയൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ജയേട്ടനെയും ആദർശിനെയൊക്കെ വിളിച്ചിട്ട് കാര്യം പറയാം, നമുക്ക് എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദു തെറ്റൊന്നും ചെയ്യില്ല എന്ന് നമുക്കറിയാലോ എന്ന് പറയുന്ന സമയത്ത് അനാമികയ്ക്കാണെങ്കിലും അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, അവളെ പോലീസ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ശരീരം ആകെ തളർന്നു പോയി, എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് നൈനയുടെ ശരീരമൊക്കെ ആകെ തളർന്നു പോകുന്ന പോലെ തോന്നിയിട്ട് ആ തോന്നുന്നുണ്ട് സോഫയിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനയുടെ സങ്കടം കണ്ടിട്ട് ദേവയാനിക്കും അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ദേവയാനിനോട്, എടുത്ത് ഈ സമയത്ത് പകയും വിദ്വേഷമൊന്നും മനസ്സിൽ വെച്ച് പെരുമാറരുത്, ഈ സമയത്ത് അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അനാമികയ്ക്കാണെങ്കിലും അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അവളിങ്ങനെ ഇതിന് മുന്നേ ആണുങ്ങളെയൊക്കെ തല്ലുന്ന കൂട്ടത്തിലാണല്ലോ, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ എങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടുപോവില്ല, പിന്നെ അങ്ങനെയുള്ളവളൊക്കെ എന്തിനാ അച്ഛൻ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അജയനാണെങ്കിലും അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് നന്ദുവിനോടുള്ള വിരോധമൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാലും ഈ സമയത്തല്ല ഇതൊന്നും പറയേണ്ടതെന്ന് പറയട്ടെ. അപ്പോൾ നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനാമിക നീ അങ്ങനെ പറയരുത്, ഒരിക്കലും നീ ഗുണ്ടകളെ നിന്നെ പിടിച്ചുകൊണ്ടുപോയപ്പോഴും അവളല്ലേ നിന്നെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങളൊക്കെ കൂടി ആണോ എന്നുള്ള സംശയം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും തിരിച്ച് നല്ലോണം പറഞ്ഞ് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സംശയം ഉള്ളിൽ വെച്ച് പെരുമാറുന്നവരൊക്കെ അങ്ങനെ അങ്ങ് പെരുമാറിയാൽ മതി, ഇവിടെ ഇങ്ങനെ പലതും ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയുടെ വായങ്ങ് അടപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അനാമികയാണെങ്കിലും ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ നൈനയുടെ സങ്കടം കണ്ടിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മോളെ സങ്കടം എനിക്ക് കണ്ടു നിൽക്കാനേ പറ്റുന്നില്ലല്ലോ, നന്ദുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം തന്നെയാണ് കേട്ടോ ദേവയാനി ആണെങ്കിലും മനസ്സിലോർക്കുന്നത്. അനാമിക നേരെ അവിടെ നിന്ന് പോയിട്ട് വേണുവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വേണുവിനോട്, ഇവിടെ പലരും കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വേണുവിനും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ നന്ദുവിനെയും അവർ കൊടുക്കാൻ വേണ്ടി ചെയ്ത് തന്നെയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അനാമികയോട് പറയാണ്, ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണമില്ലാതെ നടു റോട്ടിലിട്ട് തല്ലി ചതച്ചു എന്നുള്ളതാണ് ഇങ്ങനെ കേസ് കൊടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടി തന്നെയാണ് അങ്ങനെ അവൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് നന്ദു പെട്ടെന്നൊന്നും ഊരിപ്പോരില്ല. ഇനിയിപ്പോൾ അവൾക്ക് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമായല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ജയിലിലേക്ക് പോകുന്നൊക്കെയാണ് കേട്ടോ വേണു പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാലും ഇനിയിപ്പോൾ അവൾക്ക് മറ്റെന്തെങ്കിലും ജോലി നോക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. എന്തായാലും മോൾക്ക് സന്തോഷമായാലും ഇനിയിപ്പോൾ അവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കേണ്ട, മറ്റുള്ളവർക്ക് സംശയമാവും എന്ന് പറയുമ്പോൾ അനാമിക വേണുവിന് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ കോളൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വേണുവിനും അനാമികയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് രേവതി ആണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ വിളിച്ചത്, മോളാണോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ മോൾ തന്നെയാണ്, അവളും ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയട്ടോ. പിന്നെ രേവതി ആണെങ്കിലും വേണുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അനന്തപുരിയിലുള്ളവർ ആരെങ്കിലും നന്ദുവിനെ ഇങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യതയൊന്നുമില്ല, ഇത് അതുപോലത്തെ ഒരു കേസാണ്, ഇങ്ങനെ പൊതുനിരത്തിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണമില്ലാതെ തല്ലി എന്നൊക്കെയാണ് പറഞ്ഞ് കേസ് എടുത്തിട്ടുള്ളത്. പെൺകുട്ടി തന്നെയാണ് ഇങ്ങനെ അവൾക്കെതിരെ മൊഴിയും കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ കുറച്ച് ബുദ്ധിമുട്ടും, എന്തായാലും കേസ് എന്തായാലും കോടതിയിൽ എത്തും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവൾക്ക് എന്തായാലും ജാമ്യം കിട്ടുകയാണെങ്കിലും കിട്ടുള്ളൂ, അത് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു, അനന്തപുരിയിലുള്ളവർക്ക് ഇങ്ങനെ രാഷ്ട്രീയക്കാരും വലിയ വലിയ മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഭയങ്കര പിടിപാടാണല്ലോ, അപ്പോൾ അവരെയൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ അവൾക്ക് ഊരി പോകുന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറിന് ഇങ്ങനെ ഭയങ്കര രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഭയങ്കര പിടിപാടുള്ളതാണ്, അതുപോലെയല്ലേ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഓരോ പാർട്ടിക്കും ഇങ്ങനെ പണമൊക്കെ കൊടുക്കാറുള്ളത്, അപ്പോൾ എന്തായാലും അവർ പറയുന്നത് പോലീസുകാർക്കും അങ്ങനെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇങ്ങനെ അനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മൂർത്തി സാറ് അവരുടെ കൂടെ നിൽക്കില്ല എന്ന് ഉറപ്പ് തന്നെയാണ്, ഇവിടെ അങ്ങനെയാണ് കേസ് പോയിട്ടുള്ളത് എന്നൊക്കെ പറയൂ കേട്ടോ. ഒരു കാരണമില്ലാതെ ഇങ്ങനെ ആ ചെറുപ്പക്കാരനെ തല്ലി ചതച്ചു എന്നാണ് ഇങ്ങനെ കേസ് പറഞ്ഞിട്ടില്ലേന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി
ആണെങ്കിലും മൊഴി കൊടുത്തിട്ടുള്ളത് അവൾക്കെതിരെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഊരി പോരാൻ കുറച്ച് ബുദ്ധിമുട്ടും അവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ കോടതിയിലേക്ക് ഞാനും പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് വേണോ കേട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് വേണം, നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അവൾ ഇങ്ങനെ തിരിച്ചറിയണം. എപ്പോഴും അവൾ മാത്രം അങ്ങ് ജയിച്ചാൽ പോരല്ലോ, അപ്പോൾ നമുക്കും എന്തെങ്കിലും ഒരു ഇതൊക്കെ വേണ്ട, ചില കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കോടതിയിലേക്ക് പോകും, അവളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വേണുവാണെങ്കിലും. എന്നിട്ട് രേവതിനോട് പറയുന്നുണ്ടായിരുന്നു, എന്നും അവളുമാർ മാത്രം അങ്ങനെ മനസ്സ് തുറന്ന് ചിരിച്ചാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ നമ്മുടെ മകളും അങ്ങ് ചിരിക്കട്ടെ മനസ്സ് തുറന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ഇങ്ങനെ സ്റ്റേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നന്ദുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എസ് ഐ ആണെങ്കിലും അതിന് മുന്നേ എസ് ഐ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അനന്തപുരിയിലുള്ളവരോട് ചെറിയൊരു നീരസൊക്കെ ഉണ്ട്, അതിന് കാരണം അവിടുത്തെ ഒരു പയ്യനും ഫ്രണ്ട്സും കൂടെ എന്നെ ഇങ്ങനെ തല്ലി ചതച്ചായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത് അതിനൊന്നുമല്ല, ഒരു മറ്റൊരു കാരണത്തിനാണെന്ന് പറയൂട്ടോ. അപ്പോൾ പൊതുനിരത്തിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ അതുപോലെയല്ലേ നീ ഇങ്ങനെ തല്ലി ചതച്ചത് എന്നൊക്കെ പറയൂട്ടോ. അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെയല്ല, ഒരു പെൺകുട്ടീനോട് മോശമായിട്ട് ഒരു ചെറുപ്പക്കാരൻ പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ കയറി ഇടപെട്ടതെന്ന് പറയുമ്പോൾ, അങ്ങനെ ചെറുപ്പക്കാർ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പോലീസുകാരുണ്ട്, നിന്നോട് ഇങ്ങനെ എസ് ഐ ആവുന്നതിന് മുന്നേ നിയമം കയ്യിലെടുക്കാൻ നിനക്ക് ആരധികാരം തന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറി ഇടപെട്ടതെന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പെൺകുട്ടി തന്നെയാണ് തനിക്കെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത്. അവരിങ്ങനെ ഇവിടേക്ക് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാണ് പോയിട്ടുള്ളത്. എന്തായാലും ആ ചെറുപ്പക്കാരന് നല്ല പരിക്കുണ്ട്, അയാളെങ്ങനെ വാരിയെല്ലാം ഒടിയുന്ന പോലെയല്ലേ നീ തല്ലി ചതച്ചതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നന്ദു അത് കള്ളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളതങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ. കേസ് അതുപോലെയാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് എന്തായാലും നിന്നെ കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജാമ്യം കിട്ടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടുള്ള കേസാണ് എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ എസ് ഐ ആവാന്നുള്ള മോഹം അങ്ങ് മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് കേട്ടോ അയാൾ സംസാരിക്കുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ വിഷമം ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിനക്ക് ഇതിൽ നിന്ന് ഓടിപ്പോരണമെങ്കിൽ കുറച്ച് പണിയാണെന്നൊക്കെ നന്ദുവിനോട് അങ്ങ് തുറന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എസ് ഐ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിനക്കിപ്പോൾ ആണുങ്ങളോടൊക്കെ വിരോധമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറുപ്പക്കാരെയൊക്കെ നീ കൈ കിട്ടിയാൽ ഇങ്ങനെ തല്ലി ഒതുക്കും, അതുകൊണ്ട് നീ എസ് ഐ ആവാൻ തന്നെയാണ് നല്ലതെന്നൊക്കെയാണ് കേട്ടോ നന്ദുവിനോട് പറയുന്നത്. പിന്നീട് ഒരു വക്കീലാണെങ്കിലും നന്ദുവിൻ്റെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നേ. പിന്നീട് അയാൾ നേരെ വന്ന് എസ് ഐനോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എസ് ഐ പറയുന്നത് നന്ദന എന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്ന സമയത്ത് തന്നെ എസ് ഐ പറയുന്നുണ്ടായിരുന്നു, അതിനെ അങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ജാമ്യം ഇങ്ങനെ കിട്ടാത്ത വകുപ്പാണെന്ന് പറയൂട്ടോ, FIR ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കോടതിയിൽ വെച്ചേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയൂട്ടോ. അപ്പം അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ നിരത്തിലിട്ട് തല്ലിയത് തന്നെയാണെന്ന് പറയുന്ന സമയത്ത്, ഏതെങ്കിലും പെൺകുട്ടികൾ കാരണമില്ലാതെ നടു റോഡിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ തല്ലുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ, ഇതാരോ മനഃപൂർവ്വം അവളെ കുടുക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സാക്ഷി ഉണ്ട്, അതുകൊണ്ട് കേസ് കുറച്ച് തന്നെയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കോടതിയിൽ വെച്ചേ കാണാൻ പറ്റുള്ളൂ അല്ലേന്നിങ്ങനെ വക്കീലും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടി ഒരു SI ടെസ്റ്റ് ഒക്കെ പാസ്സായി അതിനുള്ള ട്രെയിനിങ്ങിന് പോകാനിരിക്കുകയായിരുന്നില്ലേ, അതിനാരോ മനഃപൂർവ്വം ചതിച്ചതാണ്, അത് നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും സാക്ഷിയുള്ളതുകൊണ്ട് കേസ് ഭയങ്കര സ്ട്രോങ് തന്നെയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോടതിയിൽ വെച്ചേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് SIയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നന്ദുവിനോട് എന്തോ വിരോധമുള്ള പോലെ വക്കീലിനും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ടായിരുന്നു, തനിക്ക് ആ കുട്ടീനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ എനിക്ക് ആ കുട്ടീനോട് ഒരു വിരോധമില്ല, ഞാനിങ്ങനെ അവളെ കസ്റ്റഡിയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മോശമായിട്ടുള്ള വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഇങ്ങനെ ഭാവിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും, അങ്ങനെ സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വക്കീലാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് ആ പെൺകുട്ടീനോടൊന്ന് സംസാരിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ഞാൻ നന്ദുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ വക്കീലാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകണം കേട്ടോ. ഈ സമയത്ത് ദേവേനയാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുള്ളത് ദേവയാനിയാണ്. അപ്പോൾ ദേവയാനീൻ്റെ അടുത്തേക്ക് വക്കീൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായി കാര്യങ്ങൾ, നന്ദുവിനെ വിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതങ്ങനെ വിടൊന്നും തോന്നില്ല, എന്തായാലും FIR ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇതിന് സാക്ഷിയുള്ളതുകൊണ്ട് കുറച്ച് തന്നെയാണ് കേസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കോടതിയിൽ വെച്ച് നന്ദുവിനെ ജാമ്യത്തിലെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ആ കുട്ടിയുടെ ഒരു ഭാവി ഇങ്ങനെ ഇല്ലാതാവില്ലേ, അതുകൊണ്ട് അവൾ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം എന്നാണ് കേട്ടോ ദേവയാനിയാണെങ്കിലും വക്കീലിനോട് പറയുന്നത്. അപ്പോൾ എന്തായാലും അവൾ ആരോ മനഃപൂർവ്വം കുടുക്കിയതാണെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ പെൺകുട്ടി തന്നെയാണ് നന്ദുവിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നന്ദുവിനോട് സംസാരിച്ച സമയത്തും അവളിങ്ങനെ ജയിലിലേക്ക് എങ്ങാനും പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ അവൾക്കെതിരെ ഇങ്ങനെ കള്ളസാക്ഷി പറഞ്ഞ് അവളെ ഒന്നും ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നന്ദു പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും നന്ദു ചെറിയൊരു മീനൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ ആ SIനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ വക്കീലാണെങ്കിലും.
പുള്ളി വലിയ പുള്ളി തന്നെയാണെന്ന് പറയും. അപ്പോൾ എന്തായാലും അവൾ ഒന്നും ചെയ്യണമെന്നില്ല. അവൾക്കെതിരെ ഇങ്ങനെ കള്ളസാക്ഷി കൊടുത്ത ആ പെൺകുട്ടീനെയും അവനെയും ഞാൻ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ദേവയാനിയും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അങ്കിളിനെ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യേട്ടനോ ആദർശമൊന്നും അറിയരുത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വക്കീലാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവരോടല്ലല്ലോ കൂടുതൽ ബന്ധമുള്ളത്, ദേവയാനിയോടല്ലേ, അതുകൊണ്ട് ഞാൻ ഈ കാര്യം ആരോടും പറയില്ല എന്ന് പറയും. പിന്നീട് എന്തായാലും നമുക്ക് നന്ദുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാം, ഒരു രാത്രിയും പകലൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ വക്കീൽ അവിടുന്ന് പോകുന്നത്. പിന്നീട് നയനി നവ്യാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദർശ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തായി നന്ദുവിൻ്റെ കാര്യങ്ങൾ, നന്ദുവിനെ ജാമ്യത്തിൽ വിട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ അവർ വിട്ടില്ല, കേസ് കുറച്ച് സ്ട്രോങ് തന്നെയാണ്, അതുപോലെയാണ് ആ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ നയനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇതാരോ അവളെ മനഃപൂർവ്വം ചതിച്ചതാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ അനാമികയൊക്കെ തന്നെ ആയിരിക്കും എന്ന് നവ്യം പറയുന്നുണ്ടായിരുന്നു. അവൾക്കായിരുന്നു നന്ദു പോലീസ് ആവുകയെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത്, അവരാരോ ചതിച്ചതാണെന്ന് പറയൂട്ടോ. എങ്ങനെയെങ്കിലും അങ്ങനെ നന്ദുവിനെ രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോകാനിരുന്നാണല്ലോ, ഇനിയിപ്പോൾ അച്ഛനോടും അമ്മേനോടും ഈ കാര്യമൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നയന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ദൃശ്യം ഞാൻ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സ്റ്റേഷനിലേക്ക് പോകാമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഇങ്ങനെ അച്ഛനെയും അമ്മേനെയും ഈ കാര്യമൊന്നും അറിയിക്കേണ്ട എന്നൊക്കെ ആദർശാണെങ്കിലും അവരോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും പിന്നീട് അവരാണെങ്കിലും അങ്ങ് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും ആകെ ടെൻഷനുണ്ട് കേട്ടോ, നന്ദുവിനെ ഇറക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ടെൻഷനിലാണ് ആദർശം നിൽക്കുന്നത്. പിന്നീട് നയനിയും നവ്യയും കൂടെ അവരുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നന്ദു എവിടെയെന്ന് ചോദിച്ചാൽ എന്താ പറയാമെന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഉടനെ അച്ഛനെ ഈ കാര്യം അറിയിക്കേണ്ട, നമുക്ക് ഇന്നെന്തായാലും നന്ദു വരില്ലല്ലോ, അപ്പോൾ എന്തായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ പറയണ്ട, നമുക്ക് എന്തെങ്കിലും പറയാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഗോവിന്ദൻ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ 3 പേരും കൂടെ അല്ലേ പർച്ചേസിന് പോയത്, എന്നിട്ട് മറ്റവളെ ഇടയെന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഉത്തരം പറയാൻ പറ്റുന്നില്ല കേട്ടോ നവിക്കും നയനിക്കും. അപ്പോൾ അവിടെ അങ്ങനെ നിന്ന് പരിങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ പറയും, അവൾ എന്തായാലും നാളെ പോവുമല്ലേ, പിന്നെ കുറച്ച് കഴിഞ്ഞല്ലേ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കുറച്ച് വൈകിട്ടേ വരുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കനക അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദു എവിടെ, നിങ്ങൾ 3 പേരും കൂടെ അല്ലേ പോയതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ 3 പേരും ഒരുമിച്ച് നിന്നിട്ട് കുറേ കാലമായല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും ഗോവിന്ദേട്ടനൊക്കെ, അല്ലേ ഗോവിന്ദേട്ടാന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതേ ഒരു സന്തോഷം ഗോവിന്ദൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയുടെയും അതുപോലെ തന്നെ നവ്യയുടെയും മുഖത്ത് ഇങ്ങനെ ഒരു സങ്കടം കണ്ടിട്ട്, എന്താ നിങ്ങളുടെ മുഖത്തൊരു വിഷമമുള്ള പോലെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഡ്രസ്സൊക്കെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിയോന്നൊക്കെ കനക അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയനിയാണെങ്കിലും എങ്ങനെ പർച്ചേസിങ് ചെയ്ത് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും ഒരു ഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇവളിപ്പോൾ ഭയങ്കര പൈസക്കാരിയാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പൈസ ആയി കാണുമല്ലോ മോളെ എന്ന് പറയുമ്പോൾ, പൈസ നമുക്ക് ആവശ്യത്തിന് എടുക്കാനുള്ളതല്ലേ, എൻ്റെ സാലറി എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തോളാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാനിങ്ങനെ പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന ആളൊന്നുമല്ല എന്ന് അച്ഛനും അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നന്ദുവിനെ വിളിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ പറയുകയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയൊക്കെ വേണ്ടേന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നയനി നവ്യാണെങ്കിൽ എന്താ പറയുകയെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.